नमस्ते, मैं नितिन। मैं आप सभी का हिंदी पाठशाला में स्वागत करता हूँ। आज मैं एक कहानी आपको सुनाने जा रहा हूँ। एक ക്ലാസിക് സ്റ്റോറി है। ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തരാം. ഒരു രസകരമായ ഒരു കഥയാണ്. ബാത്ത് 1970 की है. 1970 ആ സമയത്ത് നടന്ന ഒരു കഥയാണ്. भारतीय फुटवेयर कंपनी जो इंडिया में तो उस समय काफ़ी अच्छा काम कर रही थी. ഭാരതീയ ഫുട്വെയർ കമ്പനി എന്ന് പറയുന്ന ആ കമ്പനി ആ സമയത്ത് ഇന്ത്യയിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ചെരുപ്പുണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു 1970 ആ സമയങ്ങളിൽ. അപ്പോൾ ഉനക്ക് वो മിഷൻ ഗ്ലോബൽ കമ്പനി बनने की थी. അതിനുശേഷം അവരുടെ ആ മിഷൻ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയായി തീരുക എന്നുള്ളതായിരുന്നു ആ കമ്പനിയുടെ ആ മിഷൻ. ये कहानी उस कंपनी में काम कर रहे सेल्स टीम के 2 टीम मेंबर्स की है. ഞാൻ പറയാൻ പോകുന്ന ഈ കഥ ആ കമ്പനിയുടെ ആ സെയിൽസ് ടീമിൽ ജോലി ചെയ്യുന്ന 2 ടീം മെമ്പേഴ്സിൻ്റെ കഥയാണ്. इस कहानी के लिए उनका नाम उम्मीद और अंधेरा रख लेते हैं. ഈ കഥയ്ക്ക് വേണ്ടി നമുക്ക് അവർക്ക് 2 പേര് കൊടുക്കാം, ഉമീദ് എന്നും അന്ധേര എന്നും. ഉമീദ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉമീദ് എന്നുള്ള പേരിൽ നിന്നും സൂചിപ്പിക്കുന്നത്. അന്ധേര എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഡാർക്ക്നെസ്, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അന്ധേര എന്നുള്ള പേരിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഇത് ഉമീദിൻ്റെയും അന്ധേരയുടെയും കഥയാണ്. उम्मीद और अंधेरा दोनों के लिए ये जॉब एक ही प्लेसमेंट से मिली थी. दोनों मिडिल क्लास फैमिली के थे, एक ही कॉलेज में पढ़े थे, एक ही शहर में रहने वाले थे. രണ്ടുപേരും എന്താണ് ഒരേ കോളേജിലാണ് പഠിച്ചത്, ഒരേ പട്ടണത്തിൽ നിന്നാണ്, ഒരേ പ്ലേസ്മെൻറ്റിൽ നിന്നുമാണ് രണ്ടുപേർക്കും ജോലി ലഭിച്ചത്. അപ്പോൾ രണ്ടുപേരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുമാണ് വന്നത്. രണ്ടുപേരും തമ്മിൽ നോക്കുകയാണെങ്കിൽ അധികം വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ്. ഒരേ അവരുടെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ സിറ്റുവേഷൻസ്, ഉമീദിൻ്റെയും അന്ധേരയുടെയും സിറ്റുവേഷൻസ് ഒരേപോലെയുള്ള സിറ്റുവേഷനിൽ നിന്നാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. ദോനോമേ സിർഫ് സോച്ച് കാ ഫറക് താ. പക്ഷെ അവരിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സോച്ച്, അവരുടെ ആ മൈൻഡ്, ചിന്തിക്കുന്ന ആ രീതിയിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നു. ഉമീദ് ഹമേശ ഹർ ചീസ് की പോസിറ്റീവ് സൈഡ് देखा करता था. ഉമീദ് എപ്പോഴും എല്ലാ കാര്യത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് കാണാറുണ്ടായിരുന്നു. അത് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ വേണ്ടത്. और हमेशा चुनौतियों को स्वीकार करने को तैयार रहता था. അതുപോലെ എപ്പോഴും വെല്ലുവിളികളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ എപ്പോഴും ഉമീദ് തയ്യാറായിരുന്നു. അതായിരുന്നു ഉമീദിൻ്റെ പ്രത്യേകത. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ഉമീദ്. അന്ധേര ഉസ്കോ കുച്ച് ഭി സഹി നെയ് ലഗ്താ താ, നെഗറ്റീവ് ഹോ ചുക്കാ താ. അന്ധേരയുടെ കാര്യം പറയുകയാണെങ്കിൽ അന്ധേരയ്ക്കൊന്നും ശരിയായിട്ട് തോന്നിയിട്ടില്ല, എല്ലാം പ്രശ്നങ്ങളായിട്ടാണ് തോന്നിയിരുന്നത്. വളരെ നെഗറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്നത്. मन में रंजिश थी जिंदगी के खिलाफ. बहुत कुछ पाना चाहता था, बहुत जल्दी पाना चाहता था. അവൻ്റെ മനസ്സിൽ ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പുണ്ടായിരുന്നു. പലപ്പോഴും പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ജീവിതത്തോട് അവനൊരു വെറുപ്പുണ്ടായിരുന്നു. ബഹുത് കുച്ച് പാനാ ചാഹത്താ താ, പലതും നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. ബഹുത് ജൽദി പാനാ ചാഹത്താ താ, വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. पर जिंदगी उसकी रफ्तार से न चली. പക്ഷേ അവൻ്റെ ജീവിതം അവൻ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല. ഇസ്ലിയെ ബഹുത് നിരാശ ഹോ ചുക്കാ താ. അതുകൊണ്ട് തന്നെ അവന് വളരെ നിരാശനായിരുന്നു ആര്? അന്ധേര. വളരെ നെഗറ്റീവായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവൻ അതുകൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. अपनी अपनी സെയിൽസ് ടെറിട്ടറി में दोनों अच्छा काम कर रहे थे. പക്ഷേ രണ്ടുപേരും അവരുടെ ആ സെയിൽസ് മേഖലയിൽ, സെയിൽസ് ടീമിൽ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും നൽകുന്ന ജോലി അവർ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു, അന്ധേരയായാലും ഉമീദായാലും. एक दिन बॉस ने दोनों को अपने कैबिन में बुलाया. ഒരു ദിവസം ബോസ് രണ്ടുപേരെയും ക്യാബിനിൽ, ബോസിൻ്റെ ക്യാബിനിൽ വിളിപ്പിച്ചു. और बोला, എന്നിട്ട് പറഞ്ഞു, तुम दोनों को जानकर बहुत खुशी होगी, हमारी कंपनी इंटरनेशनल हो गई है, हम विस्तार कर रहे हैं, हम एक्सपांड कर रहे हैं. ഈ കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷം ഉണ്ടാകും. നമ്മുടെ കമ്പനി ഇൻ്റർനാഷണൽ ആയി തീർന്നിരിക്കുന്നു. ഹം എക്സ്പാൻഡ് കർ റേ, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്, വേറെ രാജ്യങ്ങളിലേക്ക് നമ്മളെ ബ്രാൻഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണെന്നാണ് ബോസ് രണ്ടുപേരെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞത്. എന്നിട്ടോ, और मैंने तुम दोनों को सेलेक्ट किया है हमारे नई टेरिटरी में जाकर, यानी अफ्रीका में जाकर प्रिलिमिनरी ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാർ करने के लिए. അതുകൂടാതെ എന്താണ് ബോസ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സെലക്ട് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്?
ആഫ്രിക്കയിലാണ് പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നത്. കമ്പനി എക്സ്പാൻഡ് ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നത് ആഫ്രിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിൽ പോയിട്ട് പ്രിലിമിനറി ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കണം. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കും. അത് പോസിബിൾ ആണോ, സക്സസ് ആകുമോ, ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരോടും പറഞ്ഞത്. तुम दोनों को वहां जाकर ये चेक करना है वहां की मार्केट सिचुएशन क्या है, क्या आप लोग तैयार है, ബോസ് ने पूछा. നിങ്ങൾ രണ്ടുപേരും അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, അവിടുത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം. നിങ്ങൾ രണ്ടുപേരും അതിന് തയ്യാറാണോ ബോസ് ചോദിക്കുകയാണ്. നിങ്ങളിത് ഈ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ബോസ് രണ്ടുപേരോടും ചോദിച്ചു, ഉമ്മീദിനോടും അന്ധേരയോടും. ഉമ്മീദ് की चेहरे पर एक बड़ी सी मुस्कान थी. അത് കേട്ടപ്പാട് ഉമ്മീദിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയായിരുന്നു, അതിന് വളരെ സന്തോഷമായിരുന്നു. वो बहुत खुश था, വളരെ സന്തോഷത്തിലായിരുന്നു. वो सोचने लगे बॉस ने इस मिशन के लिए मुझे ही चुना है यार, कुछ तो देखा होगा मैं ബോസ് ने मेरे में. അമ്മ പറയുകയാണ്, ബോസ് ഈ മിഷന് വേണ്ടി എന്നെ തന്നെ സെലക്ട് ചെയ്തതല്ലോ, കുച്ച് തോ ദേക്കാ ഹോഗാ മേരെ മേ, ബോസ് എന്നിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടാവുന്നവൻ പറയുകയാണ്. അവൻ്റെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. തുടർന്ന് അവൻ ചിന്തിക്കുകയാണ്, ये मेरे लिए बहुत अच्छा मौका है, कंपनी अफ्रीका में ऑफिस खोल रही है. मेरे तो बचपन से ड्रीम था अफ्रीका जाना, घूमना, वाइल्ड सफारीज करना. वो कंपनी ആഫ്രിക്കയിൽ ബ്രാൻഡ് തുടങ്ങുകയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആഫ്രിക്കയിൽ പോവുക, ഈ വൈൽഡ് സഫാരീസ് ചെയ്യുക, വൈൽഡ് ലൈഫ് കാണുക. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാം ഒരു പോസിറ്റീവായിട്ടാണ് അവൻ എടുക്കുന്നത്. दूसरी तरफ हमारे मित्र अंधेरे के मन में जो इंटरनल कॉन्वर्सेशन थी, उनकी बातचीत थी जो कुछ ऐसी थी. നമ്മുടെ മറ്റൊരു സൈഡ് അന്ധേരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഹാ മുझे पता था ये बॉस मुझे परेशान करेगा. ഓ എനിക്കറിയാമായിരുന്നു ഈ ബോസ് എന്നെ എന്തായാലും കഷ്ടപ്പെടുത്തുന്നു. सब फालतू चीज़ों के लिए मुझे ही बुलाते हैं. എല്ലാ വേസ്റ്റ് ജോലികൾക്ക് വേണ്ടി എപ്പോഴും എന്നെ തന്നെയാണ് വിളിപ്പിക്കുന്നത്. क्या जगह ढूंढी है यार कंपनी को इंटरनेशनल लेके जाने के लिए. अफ्रीका, धूप, मिट्टी, मच्छर, गरीबी और मुझे ही चुना हुआ है वहाँ जाने के लिए. ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കമ്പനിയെ ഇന്റർനാഷണൽ ആക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുള്ള ഒരു ആഫ്രിക്കയുള്ള പോലുള്ള ഒരു സ്ഥലത്താണോ കമ്പനി തുടങ്ങാൻ പോകുന്നത്. അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ സഹിക്കാൻ കഴിയാത്ത വെയിൽ, മച്ചർ, കൊതുക് ശല്യം, ഗരീബി, ദാരിദ്ര്യം. എന്നിട്ടോ എന്നെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ട്. അവൻ വളരെ സങ്കടത്തോടുകൂടെ, ദേഷ്യത്തോടുകൂടെ, നിരാശനായിക്കൊണ്ട് മനസ്സിൽ അവന് തോന്നിയ കാര്യങ്ങളാണിത്. कुछ दिन के बाद दोनों पैकिंग करके നൈജീരിയ के लिए निकल पड़े. കുറച്ച് ദിവസത്തിന് ശേഷം രണ്ടുപേരും പാക്കിംഗ് ഒക്കെ ചെയ്ത് നൈജീരിയയിലേക്ക് പുറപ്പെട്ടു. एक एक्साइटमेंट के साथ निकला, दूसरा फिर वही दिल में रंजिशें शिकायतें लेकर निकला. ഒരാൾ ഉമ്മീദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഉമ്മീദ് പുറപ്പെട്ടത്. അന്ധേരയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൻ പഴയതുപോലെ നിരാശനായിക്കൊണ്ട് ഞാൻ വേട്ടയാടപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവൻ പുറപ്പെട്ടത്. രണ്ടുപേരും തമ്മിലുള്ള ചിന്തിക്കുന്ന ആ ഡിഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. 12 दिन के इस ट्रिप के बाद दोनों को एक रिपोर्ट बनाकर वापस कंपनी हेडक्वार्टर्स टेलीग्राम करनी थी. അപ്പോൾ ഈ 12 ദിവസത്തെ ഈ ട്രിപ്പിന് ശേഷം രണ്ടുപേർക്കും അത് കമ്പനിയിലെ കമ്പനി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു ടെലഗ്രാം അയക്കണമായിരുന്നു. എന്തിനെ കുറിച്ചുള്ള ടെലഗ്രാമാണ്? നൈജീരിയക്ക് ബാരമേ ദോനോക്കോ ക്യാ ലഗ്താ ഹെ, നൈജീരിയയെ കുറിച്ച് രണ്ടുപേർക്ക് എന്താണ് തോന്നുന്നത്, നൈജീരിയ കാസെ മാർക്കറ്റ് ഹെ, നൈജീരിയയുടെ ഈ ഫുഡ്വെയർ മാർക്കറ്റ് എങ്ങനെയാണ്, കമ്പനിക്ക് ജൂത്തെ വഹാം ലോഞ്ച് കിയേ ജായേ യാ നാ കിയേ ജായേ, നമ്മുടെ കമ്പനിയുടെ ആ ഫുഡ്വെയർ അവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇല്ലയോ, ക്യാ സ്കോപ്പ് ഹെ, എന്ത് സ്കോപ്പാണുള്ളത്, ഇൻകെ ബാരമേ ഏക് റിപ്പോർട്ട് ബനാക്കർ ടെലിഗ്രാം കർണി തീ, ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ടെലഗ്രാം ചെയ്യണമായിരുന്നു രണ്ടുപേർക്കും. इन दोनों की टेलीग्राम कुछ ऐसी थी, मैं आपको പട്കെ സുനാ ദേത്താ ഹൂം. ഈ രണ്ടുപേരുണ്ടാക്കിയ ഒരു ടെലഗ്രാം ഇങ്ങനെയായിരുന്നു. ഞാനൊന്ന് നിങ്ങൾ രണ്ടുപേരുണ്ടാക്കിയ ടെലഗ്രാം എങ്ങനെയായിരുന്നു ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ ഹമാരെ അന്ധേര ഭായ് സാബ് ഉन्होंने लिखा, അന്ധേര എഴുതിയത് എങ്ങനെയാണെന്ന് നോക്കാം.
ये यात्रा पूरी तरह से बेकार है, ये पूरा ट्रिप मेरे वक्त के लिए और कंपनी के वक्त की बर्बादी थी। कंपनी की बुरी तरह से हार होगी अगर हम प्रोडक्ट यहाँ लॉन्च किया तो, क्योंकि यहाँ कोई ജൂത്തെ പെഹൻതാ ഹി നഹി ഹെ. അപ്പോൾ അന്ധേര പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കമ്പനിയുടെ എന്താണ് വലിയൊരു പരാജയമുണ്ടാകും, നമ്മുടെ കമ്പനിക്ക് ഒരു വലിയ പരാജയമുണ്ടാകും നമ്മളിവിടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ. ഈ യാത്ര എൻ്റെ സമയവും കമ്പനിയുടെ സമയവും മൊത്തത്തിൽ വേസ്റ്റ് ആക്കുകയാണ് ഉണ്ടായത്, വേറെ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ദ കമ്പനി വിൽ ഫെയിൽ മിസറബ്ലി ഇഫ് യു ലോഞ്ച് അവർ പ്രൊഡക്റ്റ് ഹിയർ. ഇങ്ങനെ ഒരു അഭിപ്രായമാണ് ആര് പറഞ്ഞത്? അന്ധേര പറഞ്ഞത്. അതിനുള്ള കാരണം എന്താണ്? ക്യോങ്കി യഹാം കോയി ഭി ജൂത്തെ നഹി പെഹൻതാ ഹെ. ഇവിടെ ആരും തന്നെ ചെരുപ്പ് ധരിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനി തുടങ്ങിയാൽ കമ്പനി പൊട്ടിപ്പൊളിയുന്നാണ് ആര് പറഞ്ഞത്? അന്ധേര പറഞ്ഞത്. ഇനി ഉമീദ് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. दूसरी तरफ हमारे दूसरे मित्र उम्मीद, उनकी टेलीग्राम कुछ ऐसी थी. उम्मीद एरिया टेलीग्राम इങ്ങനെയായിരുന്നു. हमारी कंपनी यहाँ बहुत कामयाब होगी अगर हम अपने प्रोडक्ट यहाँ लॉन्च करते तो. ये बहुत बड़ा मौका है क्योंकि अभी तक यहाँ कोई जूते पहनता ही नहीं है. हम पूरे देश में जूते बेच सकते हैं, यहाँ कोई कंपटीशन ही नहीं है. हमारे कॉस्ट ऑफ प्रोडक्शन भी बहुत कम रहेगी. അപ്പോൾ ഉമീദ് എന്താണ് പറഞ്ഞത്? നമ്മളിവിടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വലിയ വിജയം തന്നെ ഉണ്ടാവുമെന്നാണ് ഉമീദ് പറയുന്നത്. ഇത് നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തെന്ന് അതിന് റീസൺ ആയിട്ട് പറയുന്നത്, അഭി തക് യഹാം കോയി ജൂത്തെ പെഹൻതാ ഹി നഹി ഹെ. ഇതുവരെയായിട്ട് ഇവിടെ ആരും ചെരുപ്പ് ധരിച്ചിട്ടില്ല. രണ്ടുപേരും പറഞ്ഞ റീസൺ ഒന്ന് തന്നെയാണ്. ഇതുവരെയായിട്ടും ആരും ചെരുപ്പ് ധരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് ആര് പറയുന്നത്? ഉമീദ് പറഞ്ഞത്. അപ്പോൾ അന്ധേര എന്താണ് പറഞ്ഞത്? ഇതുവരെ ചെരുപ്പ് ധരിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ പരാജയപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഉമീദ് എന്താണ് പറയുന്നത്? വി വിൽ സക്സീഡ് ഫിനോമിനലി ഇഫ് വി ലോഞ്ച് അവർ പ്രൊഡക്റ്റ് ഹിയർ. നമ്മൾ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഉമീദ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ എന്താണ് ഒരു കോമ്പറ്റീഷനും ഇല്ല, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും വളരെ കുറവായിരിക്കുന്നതാണ് ഉമീദ് പറയുന്നത്. ഉമീദിൻ്റെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. दोनों वापस इंडिया आने पर उम्मीद को इस नए प्रोजेक्ट का हेड बनाया गया. രണ്ടുപേരും തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ഉമീദിനെ ഈ പുതിയ പ്രൊജക്റ്റിൻ്റെ ഹെഡായിട്ട് തിരഞ്ഞെടുത്തു. ബഡി പ്രൊമോഷൻ മിലി, അവന് വലിയ പ്രൊമോഷനൊക്കെ കിട്ടി. और वो बहुत खुश था, അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം എന്തായിരുന്നു? क्योंकि उसको एक नया चैलेंज मिला है कुछ करके दिखाने के लिए. അവന് ഒരു പുതിയ ചാലഞ്ച് കിട്ടിയിരിക്കുകയാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ചാലഞ്ച് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷത്തിലായിരുന്നു ഉമീദ്. और अंधेरा भाई साहब वापस अपनी उसी पुराने जॉब में. അന്ധേരയുടെ കാര്യം പറയുക, വീണ്ടും ആ പഴയ ജോലിയിൽ ഒരു ഉയർച്ചയൊന്നുമില്ലാതെ അതേ ജോലിയിൽ തന്നെ खुद शिकायत होकर निराश होकर वही काम करने लगे. ഇങ്ങനെ സ്വയം പരാജിതനായിട്ട് സ്വയം ബലിയാടായി പഴയ അതേ ജോലി തുടരാൻ തുടങ്ങി. देखो अंधेरा उसी स्थिति में वही की वही अटकी रही और दूसरी तरफ उम्मीद की जिंदगी पूरी तरह बदल गई. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അന്ധേരയുടെ ആ ജീവിതം അവിടെ തന്നെ തുടർന്നു, അതേ പൊസിഷനിൽ തുടർന്നു. ഈ ഉമ്മീദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മീദിൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുണ്ടായി. അതിനെന്താണ് കാരണം? एक ही परिस्थिति से दोनों गुजरे. രണ്ടുപേരും ഒരേ പരിസ്ഥിതിയിലൂടെ ഒരേ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. സബ് കുച്ച് ബരാബർ താ, എല്ലാം ഒരുപോലെയായിരുന്നു. രണ്ടുപേർക്കും കിട്ടിയിരുന്ന എല്ലാം ഒരുപോലെയായിരുന്നു. ഒരേ ഫാമിലിയിൽ നിന്നാണ്, ഒരേ ബാക്ക്ഗ്രൗണ്ടാണ്, ഒരേ കോളേജിലാണ് പഠിച്ചത്, ഒരേ ടാസ്ക്കാണ് രണ്ടുപേർക്കും കൊടുത്തത്. पर इतना फर्क क्यों, इतना डिफरेंस क्यों, इतना अंतर क्यों? പക്ഷേ എന്താണ് ഇത്രയധികം രണ്ടുപേരും ചെയ്യുന്ന ഈ ജോലിയിൽ ഇത്രയധികം വ്യത്യാസം ഉണ്ടാകാൻ എന്താണ് കാരണം? രണ്ടുപേരും ജീവിതത്തിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളിൽ ഇത്രയധികം ഡിഫറൻസ് ഉണ്ടാവാൻ എന്താണ് കാരണം? അന്തർ സിർഫ് സോച്ച് കാത്ത, അവരുടെ തമ്മിലുള്ള ഡിഫറൻസ്, ആ സോച്ച്, അവരുടെ ആ ചിന്തിക്കുന്ന ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അതിലുള്ള ഡിഫറൻസ് മാത്രമാണ്, ആ മൈൻഡ് സെറ്റിലുള്ള ആ ഡിഫറൻസ് മാത്രമാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. ഡിഫറൻസ് വാസ് ഓൾ അബൌട്ട് തിങ്കിങ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡിലും ആ തിങ്കിങ്ങിലുമുള്ള ആ ഡിഫറൻസാണ് കാര്യമായിട്ട് ഒരാൾ ജയിക്കാനും ഒരാൾ പരാജയപ്പെടാനും കാരണമായത്. രണ്ടുപേർക്കും നൽകിയത് ഒരേ ടാസ്ക്കാണ്. പക്ഷേ ഒരാൾ ആ ചാലഞ്ചിങ്
ജോബിൽ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ കഴിഞ്ഞു, മറ്റേ ആളത് നെഗറ്റീവായിട്ട് എടുത്തിട്ട് ആ ഓപ്പർച്യൂണിറ്റിയെ തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് ഉമീദ് വിജയിക്കുകയും അതേസമയത്ത് അന്ധേര പരാജയപ്പെടുകയും ചെയ്തത്. മെനെ കഹി പടാഥ, ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം. सीढ़ियाँ तो वही होती है जो किसी के लिए ऊपर जाती है और किसी के लिए नीचे आती है. നമ്മളെ സീഡിയ എന്ന് പറഞ്ഞ സ്റ്റെയർ കേസ് എന്ന് തന്നെയാണ്, ഒന്ന് തന്നെയാണ് എപ്പോഴും സ്റ്റെയർ കേസ് ഒന്ന് തന്നെയാണ്. കുറച്ച് പേർക്ക് എന്താണ് മുകളിലോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു, കുറച്ച് പേർക്ക് താഴോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ചില ഓപ്പർച്യൂണിറ്റീസിനെ എന്താണ് പോസിറ്റീവായിട്ട് കണ്ട് ജീവിതത്തിൽ മുകളിലേക്ക് കയറി പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില നെഗറ്റീവായിട്ട് കണ്ട് അതിൽ പരാജയപ്പെട്ടിട്ട് ജീവിതത്തിൽ താഴോട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. सीढ़ियाँ तो वही होती है जो किसी के लिए ऊपर जाती है और किसी के लिए नीचे आती है. ഫറക് സിർഫ് സോച്ച് കാ ഹോത്താ ഹെ. നമ്മുടെ ആ മൈൻഡ് സെറ്റിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന ആ രീതിയിലുള്ള ഡിഫറൻസാണ്, നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്നതിലുള്ള ആ ഡിഫറൻസാണ് ഇങ്ങനെ ചിലർ പരാജയപ്പെടാനും ചിലർ തോക്കാനും ഒക്കെ ഇടവരുന്നത്. एक चीज़ पर गौर करें कि आप अपनी ज़िंदगी कैसे जी रहे हैं, ഉമീദ് की तरह या अंधेरे की तरह. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്? ഉമീദിനെ പോലെയാണോ, അന്ധേരെ പോലെയാണോ? നിങ്ങൾ ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിങ്ങൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണോ എടുക്കുന്നത്? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക. एक व्यक्ति का जब माइंडसेट सही होते हैं वो चैलेंजिंग सिचुएशन में भी अपॉर्चुनिटीज़ ढूंढ लेते हैं. അപ്പോൾ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് ശരിയാണെങ്കിൽ അയാൾ ചാലഞ്ചിങ് സിറ്റുവേഷനിൽ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ കഴിയും. ഉമീദിനെ പോലെ അല്ലെങ്കിൽ അന്ധേരെ പോലെ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വഴിമാറിപ്പോകും. ആൻഡ് ഇൻ ദ ലോങ് റൺ ദീസ് ആർ ദ പീപ്പിൾ ഹു സക്സീഡ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നതും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നതും. मैंने कहीं पढ़ा था, ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. नसर का ऑपरेशन हो सकता है लेकिन नसरिए का ऑपरेशन करना बड़ा मुश्किल होता है. नसर का ऑपरेഷൻ हो सकता है, നമ്മുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യാം. ലേക്കിൻ നസരിയെ കാ ഓപ്പറേഷൻ കർണ ബടാ മുഷ്കിൽ ഹോത്താ ഹെ. പക്ഷേ നമ്മളെങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കി കാണുക, അതിന് ഒരു ഓപ്പറേഷനും ഇല്ല. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ മൈൻഡിനെ മെല്ലെ ട്രെയിൻ ചെയ്തെടുക്കാം, പക്ഷേ അതിനൊരു ഓപ്പറേഷനും ഇല്ല. നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങണം. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹർ ദിൻ കുച്ച് നയാ കർണ, കുച്ച് നയാ സീഖ്ന और കുച്ച് നയാ സോച്ന. നിങ്ങൾ എല്ലാ ദിവസവും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യുക, പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുക, പുതുതായിട്ട് എന്തെങ്കിലും ചിന്തിക്കുക. ഓക്കെ, വെറുതെ ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ മൈൻഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ അത്യാവശ്യമാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഉമീദിനെ പോലെ ചിന്തിക്കുക. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ അത് അത്യാവശ്യമാണ്. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കഥ പറഞ്ഞു തന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കുക. ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, വേഗം തന്നെ വേറെയൊരു കഥയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ, സി യു.